അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി മുസ്തഫയുടെ കലിപ്പ് ഹിന്ദിനോടാണ്. ഹിന്ദ് റബിയ, അതായത് അബൂ സുഫിയാന്റെ ഭാര്യ. ഹിന്ദുബിന് ഉഅ്തുബ, ഹിന്ദുബിന് റബിയ അല്ല, ഹിന്ദുബിന് ഉഅ്തുബ. അതായത് ബദറിൽ കൊല്ലപ്പെട്ട ഉഅ്തുബ ഷൈബത്ത്, ഇവർ രണ്ടുപേരും സഹോദരന്മാരായിരുന്നു. അവർ ബദറിൽ കൊല്ലപ്പെട്ടിരുന്നു. അതുമുതൽക്കാണ്, അതായത് തൻ്റെ പിതാവിനെ കൊന്ന ആള് അല്ലെങ്കിൽ ആളുകൾ എന്ന നിലക്കാണ് ഹിന്ദ് കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബിമാരോടും ശത്രുത പുലർത്തി തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ മുമ്പേ ശത്രുത ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അതുമായി ബന്ധപ്പെട്ട് മുആവിയയെ തൻ്റെ പുത്രൻ എന്നുള്ള ആൾക്ക് മുആവിയ വളർന്നു വരുന്നതും താൻ അംഗീകരിച്ചിട്ടുള്ള ആദർശത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്നതും ഇസ്ലാമിനെ തകർക്കുന്നതുമൊക്കെ ഹിന്ദു സ്വപ്നം കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് ശരിയാണ്. അത് സ്വാഭാവികവുമാണ്. അത് ഹിന്ദുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, ഏതൊരു മനുഷ്യനും അയാൾ വിശ്വസിക്കുന്ന, അയാൾ അംഗീകരിക്കുന്ന ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കാനും അതിന് വിരുദ്ധമായിട്ടുള്ള ആദർശങ്ങളെ തോൽപ്പിച്ച് പരാജയപ്പെടുത്താനും തൻ്റെ സന്തതികൾ ഉണ്ടായിരിക്കണം എന്നത് ഏതൊരു പിതാവും മാതാവും ആഗ്രഹിക്കും. ഇപ്പോൾ CH മുസ്തഫ തൻ്റെ മക്കളെ തൻ്റെ പിടിയിൽ കിട്ടാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ മുസ്തഫയുടെ ഇതേ കാഴ്ചപ്പാടുകൾ ആ മക്കളും ഉൾക്കൊള്ളണം തന്നെയാണ് മുസ്തഫയുടെ ആഗ്രഹം. അത് ഹിന്ദിനുണ്ടാവും, അത് ശരിയാണ്. പക്ഷേ ഹിന്ദ് മക്കാ ഫതഹിന് ശേഷം ഹിന്ദ് ഇസ്ലാം സ്വീകരിച്ചുവോ ഇല്ലേ? ആ ഇസ്ലാം ശരിയായിരുന്നുവോ ഇല്ലേ? ഒരാളുടെ ഇസ്ലാം അത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമാണോ അല്ലേ എന്ന് നോക്കാൻ മനുഷ്യരാരും ഏൽപ്പിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അപ്പോൾ മുസ്തഫയുടെ തന്നെ പരലോകത്തിൻ്റെ കാര്യം എന്തായിരിക്കും അള്ളാഹിൻ്റെ അടുത്ത്? അതാർക്കാണ് വിധി പറയാൻ കഴിയുക? മുസ്തഫക്ക് കഴിയോ? അല്ലെങ്കിൽ മറ്റൊരാൾ മുസ്തഫയുടെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞാൽ മുസ്തഫ അത് ഇഷ്ടപ്പെടുമോ? അതില്ലാണല്ലോ ഉറപ്പാണ്. അപ്പം എന്നതുപോലെ തന്നെയാണ് ഹിന്ദിൻ്റെ കാര്യത്തിലായിരുന്നാലും. അപ്പോൾ ഹിന്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത പുലർത്തി, അബൂ സുഫിയാന് പിൻബലം നൽകി, മുആവിയയെ പാട്ടുപാടി ആ നിലക്ക് ഉറക്കി എന്നൊക്കെയാണ് മുസ്തഫയുടെ അധിക്ഷേപങ്ങൾ. എന്നാൽ മക്കാ ഫതഹിൻ്റെ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതാനും ദിവസം മക്ക വിജയത്തെ തുടർന്ന് മക്കയിൽ താമസിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അവിടെയുള്ള ആളുകളുമായിട്ട്, അതായത് പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്തതായിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയും. സൂറത്ത് മുംതഹിനയുടെ അവസാനത്തിൽ സ്ത്രീകളുമായി ബൈഅത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ച് പരാമർശമുണ്ട്. യാ അയ്യുഹൻ നബിയ്യു ഇദാ ജാഅക്കൽ മുഅ്മിനാത്തു യുബായിഉനക അലാ അല്ലാ തുശ്രികന ബില്ലാഹി ശൈഅൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ബയ്യത്തുമായി ബന്ധപ്പെട്ട ആയത്ത് തുടങ്ങുന്നത്. താങ്കളുടെ അടുത്ത് വിശ്വാസിനികൾ വന്നാൽ അള്ളാഹുവിൽ പങ്കുചേർക്കൂല, മോഷണം നടത്തൂല തുടങ്ങിയുള്ള കാര്യങ്ങൾ അവരുമായി ബയ്യത്ത് ചെയ്യണം. ഇതന്നെയാണ് പുരുഷന്മാരുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ബയ്യത്ത്. ഇവിടെ സ്ത്രീകളെ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, അതിന് തൊട്ട് മുമ്പ് മുഹാജിറാത്ത്, അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്ത് വരുന്ന സ്ത്രീകളുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതുമായി അതിൻ്റെ തന്നെ തുടർച്ച എന്നുള്ളവർക്കാണ് ഇവിടെ വിശ്വാസിനികളായിട്ടുള്ള ആളുകൾ, സ്ത്രീകൾ, അവർ ബയ്യത്തിന് ചെയ്ത് വന്നാൽ അവരുമായിട്ട് ബയ്യത്ത് ചെയ്യണമെന്നുണ്ട്. ആ ബയ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുരുഷന്മാരുമായി ബയ്യത്ത് ചെയ്തതിന് ശേഷം സ്ത്രീകളുമായി ചെയ്ത ബയ്യത്ത്, ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഹിന്ദ് ബിൻത് ഉത്ബ, അബൂ സുഫിയാന്റെ ഭാര്യ ഉത്ബയുടെ മകൾ ഹിന്ദും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അതുകൊണ്ടാണല്ലോ അവർ ബൈഅത്ത് ചെയ്യാൻ വന്നത്.
ഈ ബയ്യത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? നബി സല്ലല്ലാഹു ഹിന്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബയ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് വഖാലത്ത് ഹിന്ദ് ഫലമ്മാ ദനൗന മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുബായിഹുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബയ്യത്ത് ചെയ്യാൻ പാകത്തിൽ അവർ നബിയോടടുത്ത് വന്നപ്പോൾ കാല ബായനനി അല അല്ലാ തുശ്രിക്കന ബില്ലാഹി ഷൈഅ, അള്ളാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കുകയില്ല എന്ന് നിങ്ങൾ എന്നോട് ബയ്യത്ത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഫഖാലത്ത് ഹിന്ദ് അങ്ങനെ ബയ്യത്ത് ചെയ്തു. അവർ പറഞ്ഞത് വല്ലാഹി ഇന്നക തഖുദു അലൈന മാലാ തഖുദുഹു മിനൽ റിജാൽ, പുരുഷന്മാരോട് വാങ്ങാത്തൊരു ബയ്യത്താണ് താങ്കൾ ഞങ്ങളോട് വാങ്ങണമെന്നാ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രതികരിച്ചില്ല. വലാ തസ്രിഖന, പിന്നെ തുടർന്ന് പറയുന്നത് മോഷണം നടത്തൂലാന്ന്, അതും ബയ്യത്ത് ചെയ്യണം. അപ്പോൾ ഫഖാലത്ത് വല്ലാഹി, എന്ത് പറയാണ്, വല്ലാഹി ഇന്നി കുന്തു അസബത്തു മിൻ മായി അബി സുഫിയാൻ അൽ ഹന ബഅദൽ ഹന വമാ കുന്തു അദ്രിയ കാന ദാലിക അലൈന ഹലാലൻ അം ലാ. ഞാൻ അബൂ സുഫിയാന്റെ സമ്പത്തിൽ നിന്ന് അല്പാൽപമായിട്ട് എടുക്കാറുണ്ട്. അത് അവർ പറയുന്നത് അബൂ സുഫിയാൻ അല്പം പിശുക്കുള്ള ആളാണ്, എനിക്കും കുട്ടികൾക്കും മാത്രമുള്ള ചെലവിന് തികയുന്നത് അദ്ദേഹം തരാറില്ല, അതുകൊണ്ട് അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് ഞാൻ കുറച്ചൊക്കെ എടുക്കാറുണ്ട്. അതായത് മോഷണം നടത്താറുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അവർ പറയുന്നത് എന്താണ്, അത് ഹലാലാണോ ഹറാമാണോ നിങ്ങൾക്ക് അറിയില്ലാന്നാ. അപ്പോൾ ഹിന്ദ് ഒരു സംഗതിയെ സംബന്ധിച്ച് അത് ഹലാലാണോ ഹറാമാണോ എന്ന് അറിയില്ലാതെ പറയണമെങ്കിൽ അതിനു മുമ്പ് അവർക്കുണ്ടായിരുന്ന വിശ്വാസം, അവിടെ അവർ ഹറാം ഹലാലുകളൊന്നും പരിഗണിച്ചിട്ടില്ല. അപ്പം ഇപ്പോൾ അവർ ഹറാം ഹലാലുകൾ പരിഗണിക്കുന്നിടത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അവർ ഇസ്ലാം സ്വീകരിച്ചു, ആ ഇസ്ലാം ആത്മാർത്ഥമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അബൂ സുഫിയാന്റെ സമ്പത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് അത് അനുവദനീയാവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. അപ്പോൾ ആ സദസ്സിൽ അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. ആ അബൂ സുഫിയാന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, അമാമ അസബത്തി ഇമാം മലാഫ അന്തി മിൻഹു ഫി ഹില്ലിൻ, നീ നേരത്തെ എടുത്തിട്ടുള്ളതൊക്കെ നിനക്ക് ഞാൻ അനുഭവിച്ചു തന്നിട്ടുണ്ട് എന്ന് അബൂ സുഫിയാൻ പറയുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് അവരോട് പറയുന്നത് വൈന്നക്കല ഹിന്ദു ബിന്തു ഉത്ബ, ഉത്ബയുടെ മകൾ ഹിന്ദാണോ നീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്. കാലത്തിന് അതെ, അവർ പറഞ്ഞു അതെ. ഫഅഫു അമ്മാ സലഫ് അമ്മ അഫല്ലാഹു അൻക, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയുന്നത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതൊക്കെ മാപ്പാക്കണം, അള്ളാഹു അങ്ങേക്കും മാപ്പ് നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹിന്ദ് പറയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ അത് അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചാണ്. പണ്ട് വഹദിൽ വെച്ച് ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഹശിന് ഉപയോഗിച്ച് കൊന്നതും അദ്ദേഹത്തെ അംഗഭംഗപ്പെടുത്തിയതും അദ്ദേഹത്തിന്റെ കരളെടുത്ത് ചവച്ചു ഉപ്പിയതും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഉത്ബയുടെ മകൾ ഹിന്ദാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചോദിച്ചതും. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നബി അത് ചോദിക്കണതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹിന്ദ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അത് മാപ്പാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപേക്ഷിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മാപ്പാക്കി എന്നുള്ളതാണ് വസ്തുത. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഹൃദയവിശാലുള്ള ആളായിരുന്നു, വളരെ ആർദ്രചിത്തനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാൾ മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ ഞാനതും മാപ്പാക്കൂല എന്ന് പറയുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല. അപ്പം ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാപ്പാക്കുകയും തുടർന്ന് ബൈഅത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. വലാ യസിനീന, എന്നിട്ട് പിന്നെ പറയുന്നത് കൊന്നെ വ്യഭിചരിക്കരുത് എന്നാ. അപ്പം എന്ത് പറഞ്ഞതെന്താ, ഫഖാലത്ത് യാ റസൂലല്ലാഹ് വഹൽ തസിനിൽ ഹുർറത്തു, ഒരു സ്വതന്ത്ര സ്ത്രീ വ്യഭിചരിക്കുക എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ വ്യഭിചാരം എന്നുള്ളത് അടിമ സ്ത്രീകളുടെ ഏർപ്പാടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഉടമകൾ അവരതിനുവേണ്ടി പ്രേരിപ്പിക്കാറുണ്ട്. അതൊരു സമ്പത്ത് ശേഖരിക്കാനുള്ള മാർഗമായി വരെ അവരുടെ യജമാനന്മാർ അത് കൈക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. എന്നാൽ സ്വതന്ത്ര സ്ത്രീകളെ ആ രീതിയിൽ അതിന് കിട്ടാറില്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, സ്വതന്ത്ര സ്ത്രീ വ്യഭിചരിക്കുമെന്ന് വെക്കുന്നത്. തുമ്മക്കാല വലാ തക്കത്തുലിന് ഔലാദക്കുന്ന്, ഞങ്ങളെ കുട്ടികളെ കൊല്ലരുത്. തുടർന്നുള്ള ബയ്യത്തിന്റെ വാക്കതാ.
അവിടെ എത്തിയപ്പോൾ കാലത്ത് ഹിന്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇതൊരു തമാശയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്താ പറഞ്ഞത്? ഖദ് റബ്ബൈനാഹും സിഗാറൻ ഹത്താ ഖതൽതഹും അൻത വഅസ്ഹാബുക ബിബദർ കിബാറൻ. ഞങ്ങൾ കുട്ടികളെ ചെറുപ്പത്തിൽ വളർച്ചു, താങ്കളും താങ്കളുടെ ആളുകളും ബദറിൽ വെച്ച് വലിയ മനുഷ്യന്മാരെ കൊന്നൊടുക്കിയെന്ന്. ഇത് കേട്ടപ്പോൾ രണ്ടാമതൊന്നാണല്ലോ പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിക്കൽ ദേഷ്യപ്പെടണം ഹിന്ദിനോട്. പക്ഷേ ഹിന്ദിനോട് ഹിന്ദ് ഇത് പറഞ്ഞപ്പോൾ നബി എന്താ ചെയ്തത്? ഫളഹിക, നബി ചിരിച്ചു എന്നാ. അപ്പോൾ നബി ഹിന്ദ് പറഞ്ഞത് ഈ ഘട്ടത്തിൽ അതൊരു തമാശയായിട്ട് പറഞ്ഞായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുന്നത്. അതാ നിലയ്ക്ക് നബി ഉൾക്കൊള്ളുകയും അവിടെ ചിരിക്കുകയും ചെയ്തു. തുടർന്ന് അവർ ബാക്കി സ്ത്രീകളുമായിട്ടുള്ള ഹിന്ദുമായിട്ടൊക്കെയുള്ള ബയ്യത്ത് പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ രീതിയിൽ ഇസ്ലാമികമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ബയ്യത്ത് ചെയ്തിട്ടുള്ള ഹിന്ദിനെയാണ് നമ്മളെ മുസ്തഫ അംഗീകരിക്കാതെ പോണത്. അപ്പം ദൈവം ദേവൻ ദേവന് അംഗീകാരം ഉണ്ടായാലും പൂജാരി അംഗീകരിക്കൂല എന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മളുടെ മുസ്തഫയുടെ അവസ്ഥ എന്ന് പറയുന്നത്. മൂപ്പര് ഹിന്ദിൻ്റെ അബൂ സുഫിയാൻ്റെ ഒന്നും ഇസ്ലാം സ്വീകരിക്കാൻ മൂപ്പര് തയ്യാറല്ല. അവരൊക്കെ കാപഠ്യവുമായിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത് എന്നതാണ് മുസ്തഫയുടെ തീരുമാനം. മുസ്തഫയാണ് യഥാർത്ഥത്തിൽ നല്ല കറകളഞ്ഞ ഈമാനിൻ്റെ ആള്. മൂപ്പര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും ഇസ്ലാമിനെ വളർത്താൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന പണിയിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇസ്ലാമിന് വേണ്ടി ത്യാഗം വരിച്ചിട്ടുള്ള അബൂ സുഫിയാൻ ഇവരൊന്നും മൂപ്പർക്ക് സ്വീകാര്യവുമല്ല. അപ്പോൾ ഈ കാര്യമൊക്കെ ജോലിയൊക്കെ അള്ളാഹ് മൂപ്പരെ ഏൽപ്പിച്ച മാതിരി ഉണ്ട് മൂപ്പരുടെ വാക്ക് കേട്ടാൽ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഹിന്ദ് പറഞ്ഞിട്ടുള്ളതാണ്. ഹിന്ദ് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മാക്കാന മിമ്മ അലാ വജ്ഹിൽ അർളി അഖ്ബാഉൻ അഹബ്ബ ഇലയ്യ മിൻ അൻ യുദല്ലു മിൻ അഹ്ലി അഖ്ബായിക. താങ്കളുടെ സംഘത്തിലുള്ള ആളുകൾ അവർ നിന്ദ്യരാവുന്നത് പോലെ നിന്ദ്യരാവണം, മറ്റൊരു ഏതെങ്കിലും കൂട്ടരും നിന്ദ്യരാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. താങ്കളുടെ ആളുകൾ ഏറ്റവും നിന്ദ്യത അനുഭവിക്കുന്ന ആളുകളായിട്ട് കഷ്ടപ്പെടുന്ന ആളുകളായി മാറുന്നതാണ് അന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഇന്നോ അവർ പറയാണ്, തുമ്മമാ അസ്ബഹല്ലോ മാല ലഹിരിൽ അർളി അഹ്ബാഇൻ അഹബ്ബ ഇലയ്യ മിൻ അൻ യഅ്സു മിൻ അഹ്ലി അഖ്ബായിക എന്നാണ്. ഇന്ന് താങ്കളുടെ താങ്കളുടെ ആളുകൾ അന്തസ്സും ആഭിജാത്യവുമുള്ള ആളുകളായിട്ട് മാറുന്നത് പോലെ വേറൊരു കൂട്ടരും ആ രീതിയിൽ അന്തസ്സും ആഭിജാത്യമുള്ള ആളുകളായിട്ട് മാറുന്നത് ഇന്ന് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ ശേഷം വന്ന ഹിന്ദ് അവർ ആത്മാർത്ഥമായിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയുടെ അനുയായികളും അവർ അന്തസ്സും ആഭിജാത്യവുമുള്ള മഹത്വമുള്ള ലോകത്തിൻ്റെ മുമ്പിൽ അന്തസ്സുള്ള ആളുകളായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയെ, ഒരു സഹാബി വനിതയെ സംബന്ധിച്ചാണ് മുസ്തഫ വളരെ മോശമായിട്ട് പ്രതികരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ തൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അള്ളാൻ്റെ റസൂല് മാപ്പ് നൽകിയാലും ഞാനത് മാപ്പ് നൽകൂല എന്നാണല്ലോ മുസ്തഫ പറയുന്നതിൻ്റെ താല്പര്യം. അപ്പം ഇങ്ങനൊരു അധികാരം അല്ലെങ്കിൽ അവകാശം മനുഷ്യരെ വിലയിരുത്താനും അവരുടെ ഈമാൻ കീറി നോക്കി പരിശോധിക്കാനും ഒക്കെ മുസ്തഫക്ക് ആരാണ് അധികാരം നൽകിയിട്ടുള്ളത്? അതല്ല, അയാൾ തൻ്റെ അനുയായികളെ വട്ടം കറക്കാൻ വേണ്ടി സഹാബിമാരെ ഇസ്ലാമിന് വേണ്ടി ജീവിതം, ആദ്യത്തിൽ അവർ ഇസ്ലാമിനെതിരിലായിരുന്നുവെങ്കിൽ പിന്നീട് അവർ ഇസ്ലാമിന് വേണ്ടി ജീവിതം അർപ്പിച്ചിട്ടുള്ള ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകളെ തെറി പറയുകയും അവരെ മോശക്കാരായി ചിത്രീകരിക്കുകയൊക്കെ ചെയ്യാന്നുള്ളതാണ് ഇവിടെ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തെറ്റായിട്ടുള്ള പ്രവണത അത് മുസ്തഫ തുടർന്നു വരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ മാർഗച്യുതിയിൽ ഏറ്റവും
പ്രാധാന്യത്തോടു കൂടി അല്ലെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം.